ഹലോ ഗൈസ്, പത്തനംതിട്ട പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗോവിന്ദനോട് നന്ദു പറയുകയാണ്, എനിക്കിപ്പോൾ എൻ്റെ കാര്യം ഓർത്തല്ല അച്ഛ വിഷമം, നയനേച്ചിയുടെ കാര്യം ഓർത്താന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കും, അതെന്താ നയനമൊക്കെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അല്ല ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മക്കളിങ്ങ് പോകുന്നോട്ടെ, ഇങ്ങനെ അനുഭവിക്കുന്നതിലും നല്ലതല്ലേ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ ആദർശ് അതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇവക്കൊന്ന് പറഞ്ഞിട്ട് പോയാലെന്ത്, വന്നിട്ടുണ്ടല്ലോ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നയനെ സ്കൂട്ടർ കൊണ്ട് നിർത്തുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. എന്നിട്ടൊന്നും മിണ്ടുന്നില്ല, രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് നയനകത്തോട്ട് കയറി പോവുകയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആദർശ് ചിന്തിക്കുക, എന്തായാലും വന്നല്ലോ, എൻ്റെ പൊന്നു ഗണപതി ഭഗവാനെ നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഇവിടെ പറയാണ്ട് പോയത് ഇത്ര ശരിയായില്ല, എന്നാലും കുഴപ്പമില്ല, വന്നില്ലായിരുന്നു ഞാൻ എന്നാ ചെയ്തേനെ, ഇവളെൻ്റെ മനസ്സ് എത്രത്തോളം കീഴടക്കിയെന്ന് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ, എങ്ങനെ ഇവളെൻ്റെ മനസ്സിൽ കയറി പറ്റിയെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് കനകയുടെ അടുത്ത് ചെന്നിട്ട് നയന പറയുന്നുണ്ട്, ഇനി നിങ്ങൾ നന്ദുവിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, ചെറുപ്പം തൊട്ട് ഞാൻ പറഞ്ഞ് കേട്ടാണ് അവൾ വളർന്നത്, ഇനിയിപ്പം അനിയായിട്ട് മുമ്പോട്ട് പോകാനാണ് അവളുടെ പദ്ധതി എങ്കിൽ എന്നെ മറന്നേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നന്ദു എന്തായാലും ഇനി അനിയുടെ പുറകെ പോയില്ല എന്ന് എനിക്ക് ഉറപ്പും തന്നിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് കനകയോട്, അതുമാത്രമല്ല അനാമികേനെയും കണ്ട് ഞാനെല്ലാം സംസാരിച്ചു, ഇനി ആകെ സംസാരിക്കാൻ ബാക്കിയുള്ള അനിയോട് മാത്രം, അനിയോടും ഇന്ന് സംസാരിക്കണം, അച്ഛനും അമ്മയും ഇനി ഇതോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മറച്ചു വെക്കരുത്, മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങൾ ഇത്രയും വഷളായത്, അന്നേ പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേ ഇതിലെനിക്ക് തീരുമാനം എടുക്കാമായിരുന്നു, ഇതിപ്പോൾ ഈ അവസ്ഥ വരെ എത്തിയില്ലേ എന്ന് പറയുവാണ് കേട്ടോ. കേൾക്കുന്ന കനകയ്ക്ക് ആ വിഷമം വരുമ്പോൾ പറയുന്നുണ്ട്, അമ്മ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, അമ്മ എന്തായാലും എന്തുകൊണ്ടേലും മറച്ചു വെക്കാണ്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ് മുറിയിലോട്ട് കേട്ടോ. മുറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ നയന വരുന്ന കണ്ടിട്ട് ഇവളോട് ചോദിച്ചാൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി ഇനി അതും പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. മുറി വന്നു കഴിയുമ്പോൾ നയനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതായിരുന്നു? അപ്പോൾ നയന പറഞ്ഞു, ഞാൻ അമ്പലത്തിൽ പോയതാ, മനസ്സിനാകെ ഒരു അസ്വസ്ഥത എന്ന് പറയുമ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്പലത്തിൽ പോയിട്ട് നിന്നെ നെറ്റി ചന്ദനം ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്ന എല്ലാവരെയും നെറ്റി ചന്ദനം വേണം നിർബന്ധമുണ്ടോ, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത്, പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു, ഇവിടെ ആകെക്കൂടെ ഒരു മനസ്സമാധാനക്കേടാന്ന് പറയുമ്പോൾ ആദർശ്, മനസ്സമാധാനക്കേടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, എനിക്കിനി വഴക്കുണ്ടാക്കാൻ വയ്യ, ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കാൻ പോവാം, ആദർശേട്ടൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കുമെന്ന് പറഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് ആദർശ് അവിടെ ചെന്നിട്ട് ബാഗിൽ നിന്നൊരു സാരി എടുത്ത് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് ഓഫീസിൽ ഒരു സ്ത്രീ വന്നാണ്, പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് മേടിച്ച പവിത്രയാണ് സെലക്ട് ചെയ്തതെന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നയന പറയും, പവിത്രയാണോ സെലക്ട് ചെയ്യുമെങ്കിൽ എനിക്ക് വേണ്ട, പവിത്രയ്ക്ക് തന്നെ കൊടുത്തേക്കെന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, പവിത്ര സെലക്ട് ചെയ്തതന്നേ ഉള്ളൂ, എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ എടുത്തത്, എനിക്കിഷ്ടപ്പെട്ട സാരിയാണ്, പിന്നെ പവിത്രയോടും കൂടി ഒരു അഭിപ്രായം ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാനുണ്ടോ. അപ്പോൾ സാരി തിരിച്ചു മേടിച്ചിട്ട് നയന പറയാം, എങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഉടുത്തോളാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിന്നെ പുറത്ത് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞല്ലേ നീ ഇറങ്ങിപ്പോകുന്നത്, മുത്തശ്ശിയും പറയാറുണ്ട്, അതുകൊണ്ട് ഇന്ന് വൈകിട്ട് എന്തായാലും പുറത്ത് കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത്, അങ്ങനെ മുത്തശ്ശിക്കും വേണ്ടി ഒന്നും കൊണ്ടുപോകണ്ട എന്ന് പറയുമ്പോൾ ആദർശ് പറയും, അവർക്ക് വേണ്ടിയല്ല, പോവാം വൈകിട്ട്, പക്ഷെ അമ്മ അറിയണ്ടെന്ന് പറയുമ്പം അതിനൊക്കെ അതെന്തിനാ അമ്മേനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റുമല്ലോ, പ്രായമായ ആൾക്കാരൊക്കെ അല്ലേ, അപ്പോൾ നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, ഇനി അതിനൊരു കലാപം ഉണ്ടാക്കിയിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു, എന്തായാലും നീ സാരി എടുത്ത് വൈകിട്ട് പോകാൻ വേണ്ടി റെഡിയാവുക, നമുക്ക് വൈകിട്ട് പുറത്ത് പോകാമെന്ന് പറയാം കേട്ടോ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയും കൊച്ചുമക്കളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പറയുന്നുണ്ട്, ആദർശ് ബിസിനസ്സൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, 1-2 ദിവസം അവനങ്ങ് പോയില്ലെങ്കിൽ പോലും ബിസിനസ്സിൽ നമുക്ക് തകർച്ചയൊന്നും ഉണ്ടാവുകയില്ല, പക്ഷെ അവൻ്റെ കുടുംബജീവിതം അങ്ങനെയല്ല, അവൻ ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നെങ്കിൽ എന്താവും എന്നെനിക്കറിയില്ല എന്ന് പറയുമ്പം നയന അതിൽ ഇറങ്ങി വരുവാണ് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളിവിടെ ഇല്ലാന്ന സമയത്ത് ഒരാൾ വാലിന് തീ പിടിച്ച പോലെ നടന്നേക്കുമായിരുന്നു, മോൾ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ കല്യാണി കാണാൻ വേണ്ടി ഒന്ന് പോയതാ മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പം നയന പറയും, ആദർശേട്ടൻ മാത്രമല്ല, ഞാനും ആദർശേട്ടൻ അവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഉറക്കം പോലും ഇല്ലാതെ ഇരുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പറയും, അങ്ങനെ തന്നെ വേണ്ടേ, പിന്നെ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ഇറങ്ങി പോവുക തന്നെ ചെയ്യണം, കാരണം ഒരാൾ അകന്ന് നിന്നാൽ മാത്രമേ മറ്റൊരാൾക്ക് അതിൻ്റെ വില അറിയത്തുള്ളൂ, അപ്പോൾ മാത്രമേ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയാം, നിങ്ങളെങ്കിലും നല്ലപോലെ ജീവിക്കണം എന്നുണ്ട്, അബിക്ക് കല്യാണം പോലും വിധിച്ചിട്ടില്ലാത്തതായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയും, അവൻ്റെ ലഗ്നത്തിൽ കേതുവായിരുന്നു, കേതുവുള്ള ഒരാൾ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ആ വിവാഹ ജീവിതം അത്ര നല്ലപോലെ ഒന്നും മുമ്പോട്ട് പോയല്ല, അതിന് പറ്റിയ ജാതകത്തിലുള്ളൊരു പെൺകുട്ടിയെ വേണമായിരുന്നു, ഇതവർ പറയാതെ പോലും പോയല്ലേ മോളെ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുക, എന്ന് വെച്ചാൽ എന്താ മുത്തശ്ശാന്ന് ചോദിക്കുമ്പോൾ പറയുവാണ്, ഒരിക്കലും ഇനി പുനർജനിക്കരുത്, ഒരിക്കലും ഇനി ഒരു ജീവിതം വേണ്ടാന്നോർത്ത് മരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ മോളെ, അങ്ങനെ മരിക്കുന്ന ആൾക്കാർ
അവർക്ക് ആരും സ്നേഹിക്കാനും താല്പര്യം ഉണ്ടാവില്ല. ആര് സ്നേഹിച്ചാലും അവർക്കതിൽ വലിയ ഇമ്പം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും പൊതുവെ ലഗ്നത്തിൽ കേതുവുള്ള ആൾക്കാർ. അതുകൊണ്ട് അവൻ്റെ ജീവിതം എന്താവുമെന്ന് ഞങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട്. കുറേ പൂജകളൊക്കെ ചെയ്തതാണ്, ഇനി എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അതിന് പരിഹാരമൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പം ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, എന്താവുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും നയനോട് പറയുകയാണ്. പക്ഷേ നിങ്ങളുടെ ജാതകം അങ്ങനെയല്ല, ഞങ്ങളിപ്പോൾ സ്നേഹിച്ച് ജീവിക്കുന്നതിലും ഒരുപാട് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുന്ന ഒരു ജാതകമാണ് നിങ്ങളുടെ രണ്ടുപേരുടെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നയനയ്ക്കും ഭയങ്കര സന്തോഷമാവാണ്. പിന്നെ നയന വെളിയിൽ ചെന്ന് കനകയോട് പറയുവാണ്, അമ്മേ നന്ദുവിനെ പെട്ടെന്ന് കല്യാണമൊന്നും കഴിപ്പിക്കണ്ട, അവൾ പഠിച്ചൊരു ജോലിയൊക്കെ ആവട്ടെ, അതിന് കോച്ചിങ്ങിന് വേണമെങ്കിൽ കോച്ചിങ്ങിന് വേണം, സ്വന്തം കാലയിൽ നിന്നിട്ട് മാത്രം നയനെ കെട്ടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയുവാണ് കേട്ടോ. ആ സമയത്ത് അതിലേക്കൂടെ അനി ഫോൺ വിളിച്ചുകൊണ്ട് വരുന്ന കണ്ട് പെട്ടെന്ന് അനിയെ കേൾപ്പിക്കാൻ വേണ്ടി നയനെ മാറ്റി പറയുവാണ് കേട്ടോ. എന്തായാലും നന്ദുവിൻ്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം. അത് കേൾക്കുന്ന കനക ഇങ്ങനെ എന്ന് പറയുമ്പോൾ പറയും, അവിടെ അനി നിപ്പുണ്ടമ്മേ എന്ന് പറഞ്ഞിട്ട് പറയും, തുലാമാസത്തിൽ തന്നെ നടത്താമെന്ന് പറയുമ്പോഴേക്കും അങ്ങനെ പിന്നെയും പറയാണ്, അടുത്ത കന്നിമാസമാണല്ലോ, കന്നിമാസത്തിൽ എന്തായാലും കല്യാണം നടത്താൻ പറ്റുമല്ലോ, അതുകൊണ്ട് തുലാമാസത്തിൽ തന്നെ നടത്തണം എന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന എനിക്ക് വിഷമമാവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കനകയും കൂടെ പറയാണ്, തുലാമാസത്തിൽ തന്നെ നടത്താം, ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും നടത്താമെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അതിനവർ സ്വത്തൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലോ, പെണ്ണിനെ മാത്രം മതിയെന്നല്ലേ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പയ്യെ നടക്കുമ്പോൾ അനിയനെ കാണുന്ന പോലെ അനിയങ്ങ് വന്ന് എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് കനക മനസ്സിൽ പറയുന്നുണ്ട്, മോനെ നിന്നെപ്പോലെ ഒരു മരുമോനെ കിട്ടാൻ പുണ്യം ചെയ്യണം, ഇഷ്ടമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ അതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ നയന അനിയോട് പറയുന്നുണ്ട്, ഞാനിന്ന് നന്ദുവിനെ കണ്ടു, നിന്നെ ഒരു ഫ്രണ്ട് മാത്രമായിട്ട് അവൾ കണ്ടിട്ടുള്ളൂ, നീ പറഞ്ഞു കേട്ട് വിഷമിച്ചതുകൊണ്ട് മാത്രം അവൾ മിണ്ടാതിരുന്നേ, അത് നീ തെറ്റിദ്ധരിക്കുകയും ചെയ്തു, അല്ലാതെ മറ്റൊന്നും എൻ്റെ അനിയത്തിയുടെ മനസ്സിലില്ല എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് അനി പറയുവാണ്, അത് നന്ദുവിനോട് നേരത്തെ പറയാമായിരുന്നു എന്ന് പറയുമ്പം നയന പറയാണ്, നേരത്തെ പറയാമായിരുന്നു എന്നുള്ള സത്യമാണ്, അത് നിനക്കൊരു അപമാനം ആവണ്ടല്ലോ, പിന്നെ അത് നീ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊക്കെ ഓർത്തിട്ടാണ് അവൾ പറയാതിരുന്നത്, നിനക്ക് വിഷമാവുമല്ലോ എന്ന് ഓർത്ത്, അല്ലാതെ നന്ദുവിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, അനിയുടെ മനസ്സിലായിരുന്നു തെറ്റായ ചിന്തകളുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളായതെന്ന് പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇനിയിപ്പോൾ കല്യാണത്തിന് കുറച്ച് നാളേ ഉള്ളൂ, ഇനി വേറെ ഒന്നും ആവശ്യമില്ലാതെ ചിന്തിക്കുകയൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് കല്യാണത്തിന് തയ്യാറാക്കിക്കൊള്ളുക. പിന്നെ ഇവിടെ നടന്ന പൂജകൾക്ക് പോലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിന് കാരണം നന്ദുവിനെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന അനിയുടെ ചിന്താഗതികൾ കൊണ്ടാണെന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇനി കല്യാണത്തിന് തയ്യാറായിക്കോ, വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അതിനെ അവിടെ നിന്ന് പോകുന്ന കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.